NEET 2025 എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണിത്. ലാസ്റ്റ് വരെ മിസ് ചെയ്യാതെ കാണുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കുറേ തവണ കുറേ സ്ഥലത്ത് നിന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും എപ്പോഴും നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ബാക്കി നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ നീറ്റിൻ്റെ ഡ്രസ് കോഡ് അല്ലേ. അപ്പോൾ ഇത്തവണ നമ്മളുടെ NTA തന്നെ നമ്മുടെ ഡ്രസ് കോഡ് വളരെ സിമ്പിളാക്കി തന്നിട്ടുണ്ട്. സോ നമ്മുടെ സർക്കുലർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ആകെ പറഞ്ഞിട്ടുള്ളത് ഹെവി ക്ലോത്ത്സ് പറ്റില്ല, അതേപോലെ ലോങ് സ്ലീവ്സ് ഉള്ളത് പറ്റില്ല, അതേപോലെ തന്നെ നമ്മുടെ സ്ലിപ്പേഴ്സിൻ്റെ കാര്യം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ സാൻഡൽസ് വിത്ത് ലോ ഹീൽസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എന്താണ് ഈ ഹെവി ക്ലോത്ത്സ് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തൊക്കെ പറ്റും എന്തൊക്കെ പറ്റില്ല എന്നുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു തംസ് അപ്പ് നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. പെൺകുട്ടികളുടെ കേസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ടീഷർട്ട്സും ഇടാം, അതേപോലെ കുർത്ത ഇടാം. പക്ഷേ ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഫുൾ സ്ലീവ്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം നമുക്കിങ്ങനെ ഒരുപാട് ചുരുക്കുള്ളതൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഫുൾ സ്ലീവ്സ് യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഹാഫ് സ്ലീവ്സ് ഓക്കെയാണ്, അതേപോലെ സ്ലീവ്ലെസ്സും ഓക്കെയാണ്. അതേപോലെ കോളേർഡ് ആയിട്ടുള്ളത് മെജോറിറ്റി ഒഴിവാക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ സിമ്പിൾ കുർത്തയൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഇങ്ങനെ ആ ഒരു കോളറൊക്കെ വരുന്നത് നമുക്ക് വെറുതെ അവിടെ ഒരു എത്തിയിട്ടൊരു ടെൻഷൻ ഉണ്ടാക്കണ്ട. അതുകൊണ്ട് കോളർ ഉള്ളത് ഒഴിവാക്കുക. അതേപോലെ തന്നെ നമ്മളുടെ കുർത്തയിൽ വരുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള പ്ലെയിൻ കുർത്താസൊക്കെ വളരെ ലൈറ്റ് കളേർഡൊക്കെ ആയിട്ടുള്ള ബേസിക് പ്രിൻറ്റഡ് ഒക്കെ ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഭയങ്കര ഹെവി പ്രിൻറ്റഡ് ഒന്നും പറ്റില്ല. അതേപോലെ നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടുന്ന പോലത്തെ നമ്മുടെ ഫ്ലെയർ, അതായത് ഇങ്ങനെ കുറേ നീളങ്ങനെയുള്ള കുറച്ചിങ്ങനെ ചുരുക്കമൊക്കെയുള്ള നമ്മുടെ ടൈപ്പ് ഓഫ് കുർത്ത ഫ്ലെയർ ടോപ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ആൻഡ് ദുപ്പട്ടാസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ദെൻ ബോട്ടം വെയറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം ജീൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം എന്ന് വെച്ചാൽ ജീൻസിലൊക്കെ നമുക്ക് മെറ്റാലിക് ബട്ടൺസ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ നിങ്ങൾ ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ കുർത്തയൊക്കെ എടുക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾ അതിൽ എന്ത് ചെയ്യരുത്, മെറ്റാലിക് ബട്ടൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും സിബൊക്കെ പോലെ മെറ്റൽസ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ ജീൻസിലേക്ക് വരുന്ന സമയത്ത് അങ്ങനത്തെ ബട്ടണൊന്നും ഇല്ലാത്ത ജസ്റ്റ് എലാസ്റ്റിക് മാത്രം വരുന്ന ജഗ്ഗിൻസ് പോലത്തെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ആൻഡ് ലെഗിൻസ് കൂടുതലും ഒഴിവാക്കുക. കാരണം കഴിഞ്ഞ കൊല്ലത്തെ നീറ്റിന് ലെഗിൻസ് ഇട്ടവരെ കയറ്റിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുന്നത്തെ കൊല്ലം ലെഗിൻസ് പറ്റില്ല എന്നും പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ വെറുതെ നമ്മൾ ഒരു സേഫർ സൈഡ് നോക്കുന്ന രീതിക്കാണെങ്കിൽ നമ്മൾ ലെഗിൻസ് ഒഴിവാക്കുക. നോർമൽ ആയിട്ടുള്ള പാൻസ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ആൻഡ് ഓവർ ഫ്ലെയർഡ് ആയിട്ടുള്ള നമ്മുടെ പ്ലാസോ പാൻസ് പോലത്തെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ആൻഡ് അതിലും ഹെവിലി പ്രിൻറ്റ് വരുന്നത് ഒഴിവാക്കുക. ഓക്കെ. ആൻഡ് നിങ്ങൾ ഈ സ്കേർട്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്ലീറ്റഡ് സ്കേർട്സ് ഒക്കെ ഒഴിവാക്കുക. നല്ല ഒരു നോർമൽ നമ്മുടെ പൈജാമാസ് പോലത്തെ സിഗരറ്റ് പാൻസ് ഒക്കെ പോലത്തത് ഓക്കെയാണ്. ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമറി വെയർ ആയിട്ടുള്ള ഡ്രസ്സ്, അതായത് ഇപ്പോൾ നമ്മൾ പർദ്ദയൊക്കെ പോലത്തെ കൾച്ചറൽ ഡ്രസ്സസ് ഓക്കെ ആണോ എന്നുള്ളതാണ്. അപ്പോൾ അത് ഓക്കെയാണ്, അലൗഡ് ആണ്. പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 2 hours അല്ലെങ്കിൽ 1 hour ബിഫോറെങ്കിലും നമ്മൾ റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ അവിടെ എത്തണം. ഓക്കെ. അപ്പോൾ ഒരു ചെക്കിംഗ് ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 2 hours അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 hour മുന്നേ, മിനിമം 1 hour മുന്നെങ്കിലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ആൻഡ് പെൺകുട്ടികളുടെ കേസിൽ വേറൊരു കൺസേൺ എന്ന് പറയുന്നത് അണ്ടർഗാർമെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് മെറ്റാലിക് ആയിട്ടുള്ള ഒന്നും തന്നെ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹുക്സ് ഒക്കെയുള്ള ടൈപ്പ് ഓഫ് നമ്മുടെ ബ്രാ ആൻഡ് അണ്ടർഗാർമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നോർമൽ ആയിട്ടുള്ള എലാസ്റ്റിക് ടൈപ്പ് ഓഫ് സാധനങ്ങൾ യൂസ് ചെയ്താൽ ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ വെറുതെ അങ്ങനത്തെ ഒരു ടെൻഷൻ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാക്കേണ്ട. കാരണം നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ അത്രയും എന്താ പറയുക, മൈൻഡ് ഡിസ്റ്റർബായി ബ്ലാങ്ക് ആയി പോയാൽ നിങ്ങൾ ഇത്രയും കൊല്ലം പഠിച്ചതൊക്കെ വെറുതെ ആയിപ്പോവും. സോ അതുകൊണ്ട് കുറച്ച് ഈ മെറ്റാലിക് സംഭവങ്ങളൊന്നും ഇല്ലാത്ത അണ്ടർഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ. ആൺകുട്ടികളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ബാധകമാണ്. അതായത് നിങ്ങൾക്ക് കോളർ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷർട്ട് കോളർ ഇല്ലാതെ ടീഷർട്ട്സ് ഇടുന്നതാണ് നല്ലത്. ആൻഡ് ടീഷർട്ട് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഫുൾ സ്ലീവ് പറ്റില്ല. ഓക്കെ. ഹാഫ് സ്ലീവേ പറ്റുള്ളൂ. നോർമൽ ഹാഫ് സ്ലീവ് ടീഷർട്ട്സേ പറ്റുള്ളൂ. അത് മാക്സിമം പ്രിൻ്റ് ഒന്നും ഇല്ലാത്ത, എഴുത്തൊന്നും ഇല്ലാത്ത ടീഷർട്ട്സ് ചൂസ് ചെയ്യുക. അതായത് പ്ലെയിൻ സട്ടിൽ കളേഴ്സ് ആയിട്ടുള്ള നോർമൽ ടീഷർട്ട്സ് യൂസ് ചെയ്യുക. ഓക്കെ. അതേപോലെ തന്നെ ബാൻഡോ ജ്വല്ലറിയോ ഒന്നും ഇടാൻ വേണ്ടി പാടില്ല. ആൻഡ് ബെൽറ്റ് ഇടാൻ പാടില്ല, ക്യാപ്പ് ഇടാൻ പാടില്ല. ഓക്കെ. സിമ്പിൾ ആയിട്ടുള്ള ഹാഫ് സ്ലീവ് ടീഷർട്ട്സ് ഓക്കെയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ബോട്ടം വെയറിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ ജീൻസ് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് മെറ്റാലിക് ആയിട്ടുള്ള ബട്ടൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. ആൻഡ് നമുക്ക് ഇപ്പോൾ പെൺകുട്ടികളുടെ കേസിലാണെങ്കിലും ആൺകുട്ടികളുടെ കേസിലാണെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മളുടെ എന്താ പറയുക റിപ്ഡ് ജീൻസ്, ഇങ്ങനെ കീറിപ്പോയ ജീൻസ് അങ്ങനത്തെ ഒന്നും പറ്റില്ല. അതേപോലെ ഒരുപാട് പോക്കറ്റ്സ് ഉള്ള നമ്മുടെ കാർഗോ പാൻസ് പോലത്തെ ഒന്നും പറ്റില്ല. ഓക്കെ. ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കോട്ടൺ ട്രൗസേഴ്സ് ഓർ പൈജാമാസ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുട് വെയറിൻ്റെ കേസാണ്. അപ്പോൾ അത് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഷൂസ് അലൗഡ് അല്ല. അതായത് നമ്മളെ കാല് ഫുൾ കവർ ചെയ്തിരിക്കുന്ന രീതിക്കുള്ള ലോഫേഴ്സ്, ഷൂസ് ഇതൊന്നും അലൗഡ് അല്ല. ആകെ പറ്റുന്ന നമ്മുടെ സ്ലിപ്പേഴ്സ് ഓക്കെയാണ്. അതേപോലെ
നമ്മുടെ നോർമൽ ആയിട്ടുള്ള പെൺകുട്ടികളുടെ കേസിലാണെങ്കിൽ ഹൈ ഹീൽസ് പറ്റില്ല കേട്ടോ. ലോ ഹീൽസ് ഉള്ള നമ്മളുടെ എന്താ പറയുക നോർമൽ സാൻഡൽസ് അലൗഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ നീറ്റിൻ്റെ ഡ്രസ് കോഡിനെ പറ്റി നമ്മൾ നോക്കാനുള്ളത്. ആൻഡ് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ഇതിനു വേണ്ടി കുറേ പുതിയ സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും നിൽക്കണ്ട. ഏകദേശം നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഈ ഒരു എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഡ്രസ്സ്, ഒരു നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ മതി, എല്ലാം ഓക്കെ ആയിരിക്കും. സോ എല്ലാവർക്കും എക്സാമിന് ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.